ഹലോ ഗായ്സ്, എല്ലാവർക്കും ലൈഫ് ആൻഡ് ലിവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ 1-2 ദിവസമായി നമ്മൾ വീഡിയോ ഒക്കെ ഇട്ടിട്ട്, അപ്പോൾ ഇന്ന് നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് എൻ്റെ ഒരു സ്കൂൾ വിട്ട് വന്നതിന് ശേഷമുള്ള ഒരു സ്റ്റഡി വ്ളോഗും ഒരു ഡേയും ആണ് കേട്ടോ. അപ്പോൾ സ്കൂൾ വിട്ട് വന്നപ്പോൾ തന്നെ ഏകദേശം 5 മണിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ചായയും പഴംപൊരിയും അതുപോലെ അച്ചപ്പൊക്കെയാണ് കേട്ടോ ഇന്ന് ചായക്ക് കഴിച്ചത്. പിന്നെ അതുപോലെ ഇന്ന് സ്കൂളിൽ നമുക്ക് ന്യൂ ഇയർ സെലിബ്രേഷൻ ആയിരുന്നു. അപ്പോൾ അതിന് അവരൊരു സ്വീറ്റ് ബോക്സ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലുള്ള സാധനങ്ങൾ പിന്നെ നമ്മളെല്ലാവരും കൂടെ കഴിച്ചു. അപ്പം നമ്മുടെ ന്യൂ ഇയർ സെലിബ്രേഷൻ ഇപ്പോഴാണ് കേട്ടോ, നമുക്ക് ചില കാരണങ്ങൾ കൊണ്ട് സ്കൂളിൽ നിന്നാണ് നടത്തിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ അതിനുശേഷം ഞാൻ നേരെ പഠിക്കുന്നില്ല, എഴുതാനാണ് പോയിട്ടുണ്ടായിരുന്നത്. എക്കണോമിക്സ് ആണ് കേട്ടോ, നമ്മൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതിനുശേഷം കുറച്ച് സമയം ഉണ്ടായിരുന്നുള്ളൂ എഴുതാൻ. അതിനുശേഷം മഗ്‌രിബ് നിസ്കരിക്കാനുണ്ടായിരുന്നു. അങ്ങനെ മഗ്‌രിബ് നിസ്കാരം ഓത്തൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ എൻ്റെ സ്റ്റഡി ടൈം. പിന്നെ അതിനുശേഷം ഞാൻ കുറച്ച് നേരം എക്കണോമിക്സ് വീണ്ടും എഴുതി കേട്ടോ, കുറച്ചും കൂടെ എഴുതാനുണ്ടായിരുന്നു. ഇനിയും ഉണ്ട് ഏകദേശം, എന്നാലും ഞാൻ കുറച്ച് എഴുതിയതിന് ശേഷം പിന്നെ പഠിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ പഠിക്കാൻ തുടങ്ങി. അപ്പോൾ ഇന്ന് നമുക്ക് എക്കണോമിക്സ് ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് നമ്മൾ നോക്കണം കേട്ടോ. അപ്പോൾ അന്നന്ന് എടുത്തത് അന്നന്ന് തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എക്സാമിൻ്റെ ആ ഒരു സ്ട്രെസ്, നന്നായിട്ട് കഷ്ടപ്പെട്ടിരുന്ന് പഠിക്കേണ്ട ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടാവില്ല. അപ്പോൾ എന്തെന്നെ വന്നാലും നമ്മൾ അന്നന്ന് എടുത്ത സബ്ജക്റ്റ്, അതായത് അന്നന്ന് എടുത്ത ടോപ്പിക്സ് ഒന്ന് മറിച്ച് നോക്കി കഴിഞ്ഞാൽ നമുക്ക് വളരെ ഉപകാരപ്പെടും കേട്ടോ. അത് പരീക്ഷേൻ്റെ സമയമൊക്കെ ആകുമ്പോൾ ഓർമ്മയിൽ നിൽക്കാനൊക്കെ വളരെ എളുപ്പമായിരിക്കും. പിന്നെ അതിനുശേഷം ഞാൻ നമ്മുടെ നൈനീത്തിൻ്റെ ബർത്ത്ഡേ കേക്കിൻ്റെ ലെഫ്റ്റ് ഓവർ ഉണ്ടായിരുന്നു. അപ്പോൾ വീണ്ടും അത് ഒന്ന് കഴിച്ചു കേട്ടോ. അങ്ങനെ പിന്നെ അതിനുശേഷം പൊളിറ്റിക്സ് ആണ് ഞാൻ പഠിക്കാനുണ്ടായിരുന്നത്. അപ്പോൾ ഏകദേശം ചാപ്റ്റേഴ്സ് എല്ലാം കവർ ചെയ്ത് കഴിഞ്ഞു എല്ലാ സബ്ജക്ട്സിലും. എന്നാലും 1-2 ചാപ്റ്റേഴ്സൊക്കെ ചില വിഷയങ്ങളിലുണ്ട്. അപ്പോൾ പൊളിറ്റിക്സിൽ അങ്ങനെ ഒരു ചാപ്റ്റർ ലെഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ടീച്ചർ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മളൊന്ന് പഠിക്കായിരുന്നു കേട്ടോ ആ സമയം കൊണ്ട്. പിന്നെ ഏകദേശം ചില വിഷയങ്ങളൊക്കെ കഴിഞ്ഞതുകൊണ്ട് ചില വിഷയങ്ങളൊക്കെ നമുക്ക് റിവിഷൻ ആണ് കേട്ടോ. അപ്പോൾ ടീച്ചർ ഓരോ ചാപ്റ്റേഴ്സും നാളേക്ക് പഠിച്ചിട്ട് പോകാൻ പറയും. അപ്പോൾ നമ്മൾ അതൊന്ന് റിവൈസ് ചെയ്യാണ്. ഏകദേശം ഈ എക്സാമിനെല്ലാം കവർ ചെയ്ത ചാപ്റ്റേഴ്സ് ആണ്. പിന്നെ ടീച്ചർ ഇടയ്ക്കിടയ്ക്ക് എക്സാമും ക്വസ്റ്റ്യൻ ചോദിക്കലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്നാലും നമ്മളൊന്ന് ക്ലിയർ ആയിട്ട് പഠിക്കായിരുന്നു കേട്ടോ. അപ്പോൾ ജോഗ്രഫിയാണ് പഠിക്കുന്നത്. ഒരു വലിയ ചാപ്റ്റർ ആയിരുന്നു, പക്ഷെ പഠിച്ച് ഏകദേശം ഓൾമോസ്റ്റ് എനിക്ക് കുഴപ്പമില്ലാതായി വന്നിട്ടുണ്ട് ആ ചാപ്റ്റർ. അങ്ങനെ പിന്നെ അത് പഠിച്ചതിന് ശേഷം ഞാൻ ഇശാ നിസ്കരിക്കാണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇശാ നിസ്കരിച്ചു. അപ്പം നമ്മുടെ പഠിക്കലിൻ്റെ സ്റ്റാമിന ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഭക്ഷണം കഴിച്ചു രാത്രിത്തെ. അപ്പോൾ ഇന്ന് നമുക്ക് ദോശയും ചമ്മന്തിയൊക്കെ ആയിരുന്നു കേട്ടോ രാത്രി. പിന്നെ അതിനുശേഷം എനിക്ക് കുറച്ചുകൂടി നോട്ട് കംപ്ലീറ്റ് ആക്കാണ്ടായിരുന്നു. എക്കണോമിക്സ് തന്നെയാണ്. പിന്നെ ഞാൻ എക്കണോമിക്സ് ആണ് കേട്ടോ എഴുതാനിരിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നിങ്ങളുടെ സജഷൻസ് കമൻറ്റിലൂടെ അറിയിക്കാം.